ദേ ഒന്നിങ്ങോട്ട് വന്നേ. പിള്ളേരെങ്ങനെ ഇറക്കി വിട്ടാലേ എല്ലാവർക്കും കൂടി അനുഭവിക്കാം. മാഷേ, ആ പിള്ളേരുടെ കാര്യത്തിൽ എന്താ കണ്ടേക്കണത്? പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇറങ്ങി നടക്കുന്ന കണ്ടില്ലേ? ശാലിനി, സ്കൂളിൽ നിന്ന് എക്സ്കർഷന് പോണ്ട്. നിങ്ങളെയും വിളിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്ദു,
നീ എന്തുട്ട് നിൽപ്പാത്? അതെ, ഞാൻ ആ ചെറിയ വാഴവട്ട വന്നതാ. അപ്പൊ തൊടിഞ്ഞു. ഒന്ന് പിടിക്കടാ, ഇതിപ്പോ വീഴും. കാവടിക്ക് വാഴ വേണ്ട പറഞ്ഞല്ലേ? നീ അത് വിട്ടേ. ഇനി അത് താങ്ങി നിന്നിട്ട് എന്താ കാര്യം? നീ വന്നേ. നീ അല്ലാതെ ഒടിച്ചിട്ടത് കഴിഞ്ഞില്ലേ കൂത്ത്? ഹായ്, കല്ലിലെന്താ കാടുണ്ടാക്കുക? അതേടി കാട്. മനുഷ്യർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ കാട്? ആന്റിന, നല്ല ഭംഗിയുണ്ട് ആന്റിനയുടെ പണി കാണാൻ. എല്ലാ തല്ലും കിട്ടുവോ? ചേച്ചി, നീ ഇന്ന് തല്ലൂടാൻ തന്നെ വന്നേക്കണേ. മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടും. എന്നാ പറഞ്ഞൂടെ അവന് എന്ത് കുന്താണ്ടാക്കണേന്ന്? കുന്തലടി, മഞ്ച. നിന്നെ കിടത്താനുള്ള മഞ്ച ഞാൻ ഉണ്ടാക്കണേ. അതെയോ? സമയമാകുമ്പോ പറഞ്ഞാ മതിട്ടാ, അപ്പൊ ഞാൻ വന്ന് കിടന്നോളാം. ഹിന്ദു വെറുതെ അവനോട് വഴക്കിന് നിൽക്കണ്ട. കാവടി ഉണ്ടാക്കുക അവനത് പറഞ്ഞൂടെ? ആകാശം ഇടിഞ്ഞു വീഴോ?
പഴുത്തതാലേ? വേണ്ട വേണ്ട. ഇതും കൂടി. നിന്റെ സൂത്രം ഒന്നും എന്റെ അടുത്ത് വേണ്ട. വേണ്ടമ്മ, മതി, ശരിക്കും മതിയേട്ടാ. ഈ ഉരുളയും കൂടെ മതി. വാ തുറക്ക്, തുറക്ക്. കുറച്ചു കഴിയുമ്പോ ഇനി വിശക്കുന്നുള്ള പരാതിയായിട്ട് ഇങ്ങോട്ട് വരരുതിട്ടാ. വരില്ല, അതുറപ്പാ. പരാതി ഉണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞോളാ. നിന്നെ ഞാൻ ഇപ്പോഴത്തേക്കും കൂടി തരണം. ശല്യങ്ങള് എന്താ കൊടുത്തൂട്. ഉപയോഗം എന്താ ഉപയോഗം? നല്ല ഒന്നാന്തര സാധനം, നല്ല ഒന്നാന്തര പൂർണ്ണ അമേരിക്കൻ കാഞ്ഞിരക്കായ. പറ്റോ പറ്റോ പോകുന്നത് 4 ലക്ഷത്തിന്റെ കച്ചവടം നടക്കുന്ന സമയത്ത് അവരുടെ ഉപയോഗം ഒരു സൂത്രം കാണിച്ചു തരാം, ഞാൻ പോരാം. പ്രദീപേ, എവിടെയാണ് റിമോട്ട്? നിനക്ക് കളിക്കാനുള്ള ഈ സാധനം റിമോട്ടുണ്ടല്ലോ അവന്റെ കളി. ശാന്ത, എവിടെയാടി അവൻ? വരുന്നുണ്ട്. അയ്യോ, ഇങ്ങനെയുണ്ടോ കുട്ടികള്? നേരെ സന്ധ്യ എന്നുള്ള വിചാരം വേണ്ടേ? കളി മാത്രമായാ പറ്റുമോ? ഷർട്ട് എങ്ങനെയാ കയറിയത്?
തെറ്റി വന്നു ഞാനൊരു വാനം പാടി വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു അവിടെ ഇരിക്കണോ? ഇവരൊക്കെ വായിച്ചിട്ടല്ലേ ഇനിയിപ്പോ? വെറുതെ നമ്മളെ ബുദ്ധിമുട്ടിക്കന്നെ. ആ കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ മനസ്സിൽ പാട്ടുണരും. ഇതിനിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പറ്റുമോ? അതെ, എല്ലായിടത്തും എങ്ങനെയാ? അതെ, അതാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ കാര്യം. അല്ലെങ്കിൽ ആകെ പ്രശ്നമായി. അതെ, ഇത്തരമുള്ള ചില കാര്യങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ എങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ? എന്താടാ അത്ര വൈകിട്ട്? ഇരുട്ടതിന് മുമ്പ് പുസ്തകം മാറി പൊക്കൂടാ എനിക്ക്? പൊക്കോ. അവിടെ നിക്ക്. ഇതും കൂടി കണ്ടു കൊണ്ടുപോയിക്കോ. പിന്നെ സംഗതി അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ആ മാഷോടൊന്ന് സംസാരിച്ചു നോക്കാം. ഏത് മാഷ്? ആ പുതിയ വീട്ടിലെയാ? അതേന്നേ, പ്രിൻസിപ്പാളായിരുന്നു എന്ന് പറഞ്ഞ ആ മാഷന്നെ. പിന്നെ ആ ജനാർദ്ദന മാഷും വിളിക്കാം. അവരൊക്കെ ആവുമ്പോ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തോളും. നമുക്കൊരു കാര്യം ചെയ്യാം. പറ്റാവുന്ന അത്ര ആളുകളെ ഒരു സ്ഥലത്ത് നമുക്കാണ്ട് വിളിച്ചു കൂട്ടാ. എല്ലാരും കൂടി നമുക്കൊരു തീരുമാനത്തിലെത്തും ചെയ്യാം. നിനക്കറിയാലോ രത്നവല്ലി, നാണിയമ്മയുടെ കൈ കിടന്ന് വളർന്നതാ ഞാൻ. എന്നിട്ടിപ്പോ അവരുടെ പേരക്കുട്ടികളെ ഇറക്കി വിടണോ? നിങ്ങളുടെ സെന്റിമെന്റ്സ് ഒന്നും എനിക്ക് കേൾക്കണ്ട. നേരം കളയാണ്ട് എന്താ ചെയ്യാനുള്ള വെച്ചാ ചെയ്യേ. ഇങ്ങനെ വിരളി എടുക്കാതെ രത്നവല്ലി. നമുക്കില്ലേ 2 കുഞ്ഞുങ്ങള്? അത് തന്നെയാ പ്രശ്നം. നമുക്കുണ്ട് 2 എണ്ണം. ആ ജന്തുക്കളുടെ കൂടെയുള്ള സഹവാസം അത് തന്നെയാ പ്രശ്നം. ഞാൻ എന്താ പറയണ്ടേ? കണ്ടോ കണ്ടോ, ഇതിൽ അമ്മ എന്നെ ജയിക്കുക. അച്ഛൻ മാഷാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാലും എന്ത് വേണ്ടാത്തൊക്കെ അമ്മ പറയണേ? ഇതൊക്കെ പറയാൻ അമ്മയ്ക്ക് എവിടുന്നാ കിട്ടണേ? ടിവിന്ന് അല്ലാണ്ട് എവിടുന്നാ? ഇന്ന് ഇവർ തമ്മില് തല്ലുണ്ടാവുന്നാ തോന്നണേ. സലീമേ, വായിക്കണ് പടി വരെ കേക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നോട്? ഇജ്ജ് നിക്ക്, കാണിച്ചരാ എന്റെ മോന്റെ പഠിത്തത്തിന്റെ കേമത്തം. ഇവിടെ താടാ. പ്രേമം പഠിച്ചാൽ അജ്ജിബിനെ സ്കൂളിലേക്ക് വിടുന്നു. അല്ലെങ്കിൽ ഞാൻ എത്രയേട്ടം പറഞ്ഞതാ ഈ കുന്ത്രാണ്ട് എടുക്കാൻ പറഞ്ഞയക്കേണ്ടെന്ന്. നല്ലോണം വിളിച്ചിരുത്തി പറഞ്ഞ് മനസ്സിലാക്കിക്കവന്. എന്തായിടാ ആ സുഭദ്രന്റെ മക്കളുടെ കാര്യം? എന്താവാൻ, എല്ലാരെയും വിളിച്ചുകൂട്ടി ആലോചിക്കാനാ പരിപാടി. ആൾക്കാർക്കൊക്കെ ഒറ്റ അഭിപ്രായമുള്ളൂ, ഓരെ ഇവിടുന്ന് ഇറക്കി വിടണം, ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം. അതൊക്കെ നടക്കും. ഉറങ്ങാറായില്ലേ ചെക്കന്? എന്താ ഈ കാട്ടിയേക്കണത്? ഒരു ഭാഗത്ത് നൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്കും നീ ഇങ്ങനെ തോന്നിയത് കാട്ടിക്ക. അമ്മ നോക്കോ, ഇത്ര ഭയങ്കര ചെയ്യാൻ എല്ലാവർക്കും പറ്റുമോ? എത്ര കഷ്ടപ്പെട്ടിട്ടാന്നറിയോ? ഇവിടെ പാടാ. നിക്കട്ടാ,
നീ എന്ത് പ്രാന്ത കാട്ടിനെ പ്രദീപേ? സ്കൂളിൽ പോകുന്നും വേണ്ടേ? എനിക്ക് ഇന്ന് വരാൻ പറ്റും തോന്നുന്നില്ല. അച്ഛനമ്മ ഒരു സ്ഥലം വരെ പോയിരിക്കാ. നിങ്ങൾ പൊക്കോ. അത് ശരി, നിന്നെ പുറത്താക്കി വീട് പൂട്ടിക്കല്ലേ? അതല്ല കുഴപ്പം, എന്റെ ബാഗൊക്കെ പുറത്തുണ്ട്. ഇപ്പൊ തന്നെ കറണ്ട് വന്നത്. നിങ്ങൾ അപ്പുറത്ത് ചെന്ന് നോക്കിയേ. ഞങ്ങള് വന്നില്ലെന്ന് കാണാറുന്നു. ചിലപ്പോ തല്ലിട്ടു. ശരിയാ, പിന്നീട് പോവാണോ? ശാലിനി, വൈകുന്നേരം വരാട്ടാ. അമ്മേ, എന്റെ അമ്മേ, എന്താണ് നിന്റെ ബാഗിന് ഇത്ര കനം? വെറുതെ അല്ലേ ഉന്തുവണ്ടി വേണമെന്ന് പറയണേ. എനിക്ക് ഇവര് റെഡി എന്തോ വലിയ വർത്തമാനം പറയണ്ടല്ലോ അവൻ. ആ ബാഗ് ഒന്ന് നോക്കട്ടെ. ഇനിയിപ്പോ നോക്കാൻ നിന്നാ ഞങ്ങൾക്ക് നേരം പോകും. ഏയ്, കുഴപ്പമൊന്നുമില്ല, അത്രയ്ക്ക് നേരണ്ടായിട്ടില്ല. വിടുതാ. തെറ്റാലി. പിടിക്കേ. കാർഡ്. കല്ല്. മാന്യരെ, അസുഖം വന്ന ഒരാൾ മരിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് ഭാര്യയ്ക്കും കിട്ടി അതേ അസുഖം. ഭാര്യയും മരിച്ചു. ഇനി കുട്ടികളുടെ കാര്യം എപ്പോഴാണെന്നറിയില്ല. ഈ മഹാമാരി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ വേറെ രൂപത്തിലെ വരവായത്. ഇക്കണക്കിന് പോയാൽ നമ്മുടെയും നമ്മുടെയൊക്കെ കുട്ടികളുടെയും കഥ എന്താവും പറയാൻ കഴിയില്ല. മെന്നെ അധികം വർത്താനൊന്നും പറയണ്ട. അവറ്റങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ട് എവിടെയാ ഏൽപ്പിക്കുക? അനാഥശാലയിലോ പള്ളിയിലോ അമ്പലത്തിലോ എവിടെയും പ്രശ്നമില്ല. ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം എന്താ വെച്ചാൽ അത് പറഞ്ഞാൽ മതി. ശരി, എനിക്ക് എതിർപ്പുണ്ട്. കൊടും പാതകാണിത്. ആ കുട്ടികൾ എന്ത് വിളിച്ചു? നമ്മളൊക്കെ ഇനി ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത സ്ഥിതിക്ക് മേനോൻ സാർ തന്നെ വേണ്ട ചെയ്താൽ മതി. അയ്യോ, അതിപ്പോ എങ്ങനെയാ? ആരെങ്കിലും കളിച്ചെന്ന് പറയാം. ഞാൻ ഇവിടെ പുതിയ ആളല്ലേ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടാം. എന്നാലൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ എല്ലാവരും കൂടെ വരാം. സൂത്രത്തിൽ അവരെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ മാഷ് തന്നെയാ നല്ലത്. നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ പോവാ. കുട്ടികളുടെ കാര്യല്ലേ, പോയി നോക്കാം. എന്തായാലും നാട്ടിൽ മക്കളെ, മക്കളെ,
ഇവിടെ വല്ലാണ്ട് പ്രശ്നമായിരിക്കണം. ആൾക്കാരൊക്കെ ഇറങ്ങിയിരിക്കുക. നിങ്ങൾ ഭക്ഷണം കിട്ടാണ്ട് വിഷമിക്കും. കുട്ടികളാണ് സമൂഹത്തിന്റെ മൂലധനം. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരാണ് നാളത്തെ പൗരന്മാർ. ഓരോ ഇന്ത്യൻ കുട്ടിക്കും പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്തിച്ചേരാവുന്ന വിധം മഹത്തായ ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് നമുക്കുള്ളത്. ഒരു സമൂഹത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന വിധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ആഹ്ലാദകരമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം. എല്ലാവരും മുത്തച്ഛനെ പോലെ കണ്ടാൽ മതി. നിങ്ങളെ നല്ലൊരിടത്ത് ഞാൻ ഉണ്ടാക്കി തരാം. നേരം കളയണ്ട. പുറത്ത് ആൾക്കാർ ബഹളം വയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നാ അവരെന്തൊക്കെയാ കാട്ടാന്ന് പറയാൻ പറ്റില്ല. വാങ്ങോളെ. ഇയാളാ കുഴപ്പാക്കുന്നതാണ്. അയാളെ ഒറ്റയ്ക്ക് വിടണ്ടായിരുന്നില്ല. നമുക്കും പോയാലോണ്ട്. ഏയ് ധൃതി കൂട്ടണ്ട. അയാൾ എന്താ ചെയ്യാന്നറിയട്ടെ. ഒലക്കട്ടെ മൂടാ അയാൾ ചെയ്യാ. നിങ്ങൾ വന്നേ, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഏയ് എന്താ അത്? കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നിങ്ങളൊന്ന് ക്ഷമിക്കീൻ. ശാലിനി, ശാലിനി, ഇത് പൂട്ടിണ്ടല്ലോ. അവരൊക്കെ എങ്ങോട്ടാ പോയതാവോ? നോക്കട്ടെടാ. കാലത്ത് പറഞ്ഞില്ലല്ലോ. വീടുപൊക്കെ എങ്ങനെയാണോ പോയിട്ടുള്ളത് കണ്ടില്ലേ? ഇവിടെ ആരുമില്ല. നമുക്ക് സലിമിന്റെ അടുത്ത് പോവാം. അപ്പൊ അവരെ പറഞ്ഞേച്ചൂലേ?
പ്രദീപേ, പ്രദീപേ, മോളെ അജിതേ, അല്ല, പേനയും പെൻസിലും പുസ്തകമൊക്കെ തുറന്ന് മലത്തിയിട്ട് ഈ ചെക്കനിത് എവിടെ പോയി? വിനു, വരുന്നവരൊക്കെ വിചാരിച്ചു ആൾക്കാരൊക്കെ കൂടി ആ കുട്ടികളെ കൊണ്ടായി കുട്ടികളെ കാണാണ്ടാവുന്ന വീടുകളിൽ ഒന്നിരിക്കും, പോയി അപ്പുറത്തെ വീട്ടിലിരിക്കും. എല്ലാ കുട്ടികളും കൂടെ ഒന്നിച്ചിറങ്ങി. ഈ ലോകത്ത് അവിടെ നേരിട്ടില്ല. ഇനിയിപ്പോ എവിടെ ചെന്ന് കുറ്റങ്ങളെ തെറിയ? ആരാന്റെ കുട്ടികളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ എന്തായിരുന്നു ഉത്സാഹം? ആൾക്കാരെ കൂട്ടലും മീറ്റിങ്ങും. ഇപ്പൊ എന്തായി? എല്ലാ കുട്ടികളും പോയില്ലേ? അനുഭവിച്ചോ? ഇതുകൊണ്ട് ഒന്നും തീരില്ല. മുണ്ടകപ്പാടത്തെ നാദം കുഞ്ഞെ തകതാതെ, മുണ്ടകൻ കൊയ്യുമ്പോൾ വിളിയിരിക്കും തകതാതെ, മുണ്ടകൻ കൊയ്യുമ്പോൾ വിളിയിരിക്കും തകതാതെ, കട്ടയുടയുമ്പോൾ വിളിയിരിക്കും തകതാതെ, കട്ടയുടയുമ്പോൾ വിളിയിരിക്കും തകതാതെ, അച്ഛൻ മരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, അച്ഛൻ മരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, അമ്മ മരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, അമ്മ മരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, കൊച്ചാങ്ങള മരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, കൊച്ചാങ്ങള മരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, നാത്തൂന്മാരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, നാത്തൂന്മാരിക്കുമ്പോൾ വിളിയിരിക്കും തകതാതെ, മുണ്ടകപ്പാടത്തെ നാദം കുഞ്ഞെ തകതാതെ, മുണ്ടകൻ കൊയ്യുമ്പോൾ വിളിയിരിക്കും തകതാതെ, മുണ്ടക കട്ടേടകിരിക്കും തകതാതെ, ഈ മുണ്ടകപ്പാടത്തെ നാദം കുഞ്ഞെ തകതാതെ, മുണ്ടകൻ കൊയ്യുമ്പോൾ വിളിയിരിക്കും തകതാതെ, മുണ്ടക കട്ടേടകിരിക്കും തകതാതെ.